وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ അള്ളാഹു മുഴുവനും ശാന്തമാക്കി ശിഫയാക്കി ആഫിയത്തും സിഹത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ മസ്ജിദിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ കമനീയമാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൻ്റെ അണികളിലും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ, മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സഹായികൾ, സഹപാഠികൾ, വേണ്ടപ്പെട്ടവർ, നാം ബന്ധപ്പെട്ടവർ, നാമുമായി ബന്ധപ്പെട്ടവർ അള്ളാഹു അവരുടെ മണ്ണറകളെ മണിയറകളാക്കി സ്വർഗീയ ആരാമമാക്കി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹീതമാകുന്ന വിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു സുവർണാവസരം അല്ലാഹു നമുക്ക് തരികയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിലേക്ക് നമ്മെ ആഫിയത്തോടെ സിഹത്തോടെ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്കറിയാം, കഴിഞ്ഞ എല്ലാ ആഴ്ചകളിലും പോലെ തന്നെ ജുമാ ദിവസത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി പല പല തിരക്കുകളിൽ നിന്നും ഓടിയെത്തുന്നവരാണ്. പല തിരക്കുകളും അത്യാവശ്യങ്ങളും ഒഴിവാക്കി ചില ആവശ്യങ്ങളെല്ലാം ക്രമീകരിച്ച് മറ്റു ചിലതെല്ലാം മാറ്റിവെച്ച് ത്യാഗം സഹിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും ജുമായ്ക്ക് വേണ്ടി എത്തിപ്പെടുന്നത്. അതിൽ യാത്രക്കാരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും, വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുണ്ടാകും. ഇങ്ങനെ തുടങ്ങി പല തൊഴിലുകളിൽ നിന്നും, വിദ്യാഭ്യാസത്തിൽ നിന്നും, കച്ചവടങ്ങളിൽ നിന്നും പല തിരക്കുകൾ മാറ്റിവെച്ച് ഒഴിവാക്കി ക്രമീകരിച്ച് സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പള്ളിയിലേക്ക് ജുമാ നമസ്കാരത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് എത്തിപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് പലരും 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോൾ ജോലികൾ നിർത്തിവെച്ച് അല്ലെങ്കിൽ കടകളിൽ ഷട്ടറിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് പല തിരക്കുകളിൽ നിന്നും പല ആവശ്യങ്ങളിൽ നിന്നും യാത്രാമധ്യയും ഒക്കെ ആ ബാങ്ക് വിളിക്കപ്പെട്ട ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നു, നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധമായ റമദാൻ മാസമാകുമ്പോൾ അതുവരെയും ഭക്ഷണപാനീയങ്ങളിൽ കഴിഞ്ഞുകൂടിയവർ, വലിയ വലിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും ത്യാഗം സഹിച്ചുകൊണ്ട് പകൽ സമയത്ത് നോമ്പ് നഷ്ടപ്പെട്ടു പോകാതെ നോമ്പ് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകി സമ്പാദിച്ചതിന്റെ ഒരു ഭാഗം ചിലവഴിച്ചുകൊണ്ട് ത്യാഗം സഹിച്ച് പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു. ഇങ്ങനെ തുടങ്ങി നാം ചെയ്യുന്ന ഏത് ആരാധനകൾ എടുത്താലും, ഏത് ഇബാദത്തുകൾ എടുത്താലും അതിൻ്റെ പിന്നിൽ ചില കഷ്ടതകളോ അല്ലെങ്കിൽ ചില ത്യാഗങ്ങളോ നമുക്ക് കാണാൻ കഴിയും. ത്യാഗം സഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നാം ത്യാഗം സഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നത്? അല്ലാഹുവിന്റെ അടുക്കൽ തന്റെ അമലുകൾ സ്വീകാര്യതയുണ്ടാകണം. പടച്ചവൻ നമ്മുടെ അമലുകൾ കബൂലാക്കണം. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുന്നതിലൂടെ നാളെ പാരത്രികമാകുന്ന മോക്ഷം ലഭിച്ച് അല്ലാഹുവിന്റെ വിശ്വാസികൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗലോകത്തേക്ക് നമുക്ക് സ്വായത്തമാക്കണം, കടന്നു പോകാൻ കഴിയണം. ഇതിനുവേണ്ടി ഇബാദത്തുകൾ ത്യാഗം സഹിച്ചുകൊണ്ട് നാം ചെയ്യുകയാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് തള്ളപ്പെട്ടു പോയിക്കൂടാ, അത് നഷ്ടപ്പെട്ടു പോയിക്കൂടാ.
നാം എത്രത്തോളം അമലുകൾ ചെയ്യാൻ ത്യാഗം സഹിക്കുന്നുവോ, ജാഗ്രത പുലർത്തുന്നുവോ, അതിനേക്കാൾ എത്രയോ ഇരട്ടി 10 മടങ്ങ് ജാഗ്രതയുണ്ടാകണം ചെയ്ത അമലുകൾ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നാം ചെയ്ത ത്യാഗം സഹിച്ചുകൊണ്ട് അനുഷ്ഠിച്ച നോമ്പാകട്ടെ, ഇബാദത്തുകളാകട്ടെ, നമസ്കാരമാകട്ടെ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രതയുണ്ടാകണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമാകുന്ന നിർമ്മിതിയാകുന്ന വിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചു. റബ്ബിനോട് പറഞ്ഞത്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. ഉലമാക്കൾ റമദാൻ മാസം 1 മാസം നോമ്പെടുത്തു കഴിഞ്ഞാൽ ശേഷമുള്ള 6 മാസം ആ റമദാനിന്റെ നോമ്പും ഇബാദത്തും തറാവീഹും ഇഅ്തികാഫും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ചെയ്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്വീകരിച്ചോ, പടച്ചോനെ എനിക്കിത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകലല്ല, നിരന്തരമായിട്ട് അതിന്റെ പിന്നാലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമായിട്ട് കഴിഞ്ഞുകൂടാനാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ശഅബാൻ സമാഗതമായി കഴിഞ്ഞാൽ ലം അറക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂമു ഫീ ശഅബാൻ, ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ റമദാൻ ഒഴികെ മറ്റു മാസങ്ങളിലൊന്നും ഇബാദത്ത് ചെയ്യാനും നോമ്പെടുക്കുവാനും അങ്ങ് ഇത്രത്തോളം ജാഗ്രത പുലർത്തുന്നതായിട്ട് നാം കണ്ടിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 മറുപടി പറഞ്ഞു. അതിൽ രണ്ടാമത്തേത്, വഹുവ ശഹ്റുൻ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ ശഅബാനിന് ശേഷം ഈ ശഅബാൻ വരെ നാം അനുഷ്ഠിച്ച നോമ്പുകളും ഇബാദത്തുകളും, കഴിഞ്ഞ റമദാനിന്റെ നോമ്പുകളും തറാവീഹുകളും ഇബാദത്തുകളും തിലാവത്തുകളും അടക്കം അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു വർഷത്തെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ. അപ്പൊ കഴിഞ്ഞ മാസത്തെ നോമ്പും വാർഷിക പ്രകാരം വർഷത്തിലൊരിക്കൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് ഈ പരിശുദ്ധമായ ശഅബാനിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, എന്റെ അമൽ അല്ലാഹു ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ, ഞാൻ നോമ്പുകാരനായ നിലയിൽ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടണമെന്നത് എന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ശഅബാനിൽ കൂടുതലായിട്ട് നോമ്പെടുക്കുന്നു, ഇബാദത്തുകളിൽ നന്മകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ശഅബാൻ വളരെ ജാഗ്രതയോടുകൂടി കഴിഞ്ഞുകൂടേണ്ട, അമലുകളിൽ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടേണ്ടുന്ന മാസമാണ്. നമ്മുടെ അമലുകൾക്ക് ഇബാദത്തുകൾക്ക് കൂടുതൽ വലിപ്പം ഉണ്ടാകാൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ അമലുകൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകാൻ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ നന്മകൾ പരിഗണിക്കപ്പെടുമ്പോൾ അതിന് വലിയ ഭാരമുണ്ടാകാൻ നാം പരിശ്രമിക്കേണ്ടുന്ന മാസമാണ് വിശുദ്ധമായ ശഅബാൻ. ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഇബാദത്തുകളിൽ നോമ്പുകളിൽ വ്യാപൃതനാകുമായിരുന്നു എന്ന് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? നമ്മൾ ചെയ്തു കഴിഞ്ഞു, ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടോ ശ്രദ്ധയുടെ പരിമിതിയിൽ നിന്നുകൊണ്ടോ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഈമാനിന്റെ ബലഹീനത അംഗീകരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ അറിവിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, നമ്മുടെ ശ്രദ്ധയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ത്യാഗം സഹിച്ചുകൊണ്ട് നാം ചെയ്ത അമലുകൾ, ഈ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടണം, സ്വീകരിക്കപ്പെടണം, ഉയർത്തപ്പെടണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ?
ഏറ്റവും നല്ല മികച്ച നിലയിൽ അള്ളാഹു പരിഗണിക്കണം എന്നത് നമ്മുടെ ഒരു ആഗ്രഹമില്ലേ? പക്ഷെ നമ്മുടെ പ്രവർത്തികൾ കണ്ടാൽ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തതുപോലെ, വേണമെങ്കിൽ അള്ള സ്വീകരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു എന്നതുപോലെ അത് മതിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും മികച്ച നിലയിൽ, ഏറ്റവും ഭാരമുള്ള നിലയിൽ, ഏറ്റവും അംഗീകാരം നേടിയ നിലയിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടണം. നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തപ്പെടുമ്പോൾ തികഞ്ഞ ജാഗ്രത നമുക്കുണ്ടാകണം. പ്രാർത്ഥനാ നിരതരായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാഗ്രതയോടെ ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെ. പക്ഷെ നമുക്ക് ആ ജാഗ്രത കാണുന്നില്ല. ആ ജാഗ്രത റമദാനിലേക്ക് നാം മാറ്റി വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രശ്നം. റമദാൻ വരുമ്പോൾ ഇബാദത്ത് ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു, എല്ലാം ഓടിക്കൂടി ചെയ്യുന്നു. പക്ഷേ ആ റമദാനിന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന പിറ്റേ ശഅബാനിന്റെ മാസം നാം അശ്രദ്ധയിൽ കഴിയുന്നു. നമുക്ക് ആ തികഞ്ഞ ജാഗ്രതയില്ല. ശഅബാനിന്റെ മാസത്തിൽ അമലുകൾക്ക് ഭാരമുണ്ടാകാൻ നാം പരിശ്രമിക്കുന്നു. നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ നാം ഹറാമിന്റെ മേഖലയിൽ, നാം പള്ളികളിലില്ല, ഇബാദത്തുകളിലില്ല, പ്രാർത്ഥനകളിലില്ല. നമ്മുടെ അമലുകൾ അള്ളാഹു പരിഗണിക്കുമ്പോൾ അതിന്റെ ഭാരമുള്ളതാകാൻ നാം പരിശ്രമിക്കുന്നില്ല. നമുക്കതിലൊരു പ്രശ്നവുമില്ല. കഴിഞ്ഞ മാസങ്ങളിൽ SIR ഫോം നാം പൂരിപ്പിച്ചു. എത്ര ജാഗ്രതയോടെ, ഒരു തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു നമുക്ക്, അല്ലേ? ഒരു തെറ്റോ ഒരു അബദ്ധമോ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന തികഞ്ഞ ജാഗ്രതയോടുകൂടി SIR ഫോമും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരും എപ്പിക് നമ്പറും ഒക്കെ വളരെ കൃത്യമായിട്ട് നാം പൂരിപ്പിച്ചു. എത്രയോ വട്ടം നാം ഉറപ്പുവരുത്തി, അറിവുള്ളവരോട് ചോദിച്ചു. നമുക്ക് പൂരിപ്പിക്കാൻ അറിയാമായിരുന്നിട്ട് പോലും അറിവുള്ളവരെ കൊണ്ട് ആ ഫോമിന്റെ വരികൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ജാഗ്രതയോടെ നമ്മൾ ശ്രമിച്ചു. കാരണം എന്താണ്? എങ്ങാനും തള്ളപ്പെട്ടു പോകാൻ പാടില്ല. ആ ഫോം തള്ളപ്പെട്ടു പോയാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തം, അപകടം, അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് നാം. പക്ഷേ നാം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നാം അനുഷ്ഠിച്ച നോമ്പും ഇബാദത്തും നന്മകളും അത് തള്ളപ്പെട്ടു പോകുന്ന വിഷയത്തിൽ നമുക്ക് ജാഗ്രതയില്ല. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച്, ആ വിഷയത്തിൽ നമുക്കൊരു ഗൗരവം കാണിക്കാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലൂടെ നമ്മുടെ ഉദാസീനത, നമ്മുടെ ഒരു അവധാനത, അല്ലെങ്കിൽ നമ്മുടെ ആ അലംഭാവം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉലമാക്കൾ പറയുന്നു, നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഫയസ്തരിദു ലിഖബൂലിൽ അഅമാലി ശർത്താൻ, ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്ന് അയ്യകൂന ഖാലിസൻ ലില്ലാഹി തആല, നമ്മുടെ ഏത് അമലുകളും, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ദുആകൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമാകണം. മറ്റൊരാൾക്കും വേണ്ടി, മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി, മറ്റൊരു താല്പര്യത്തിനു വേണ്ടിയാകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, وما أمروا إلا ليعبدوا الله مخلصين له الدين. പരിശുദ്ധമായ അമലുകൾ കൃത്യതയോടെ, നിഷ്ഠതയോടുകൂടി, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കമായ നിലയിൽ, ഇഖ്ലാസോടുകൂടി, കളങ്കരഹിതമായി, നിഷ്കളങ്കമായി ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നു. അതാണ് അല്ലാഹുവിന് ആവശ്യം. അതല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിന്റെ പേരിൽ പരിഗണിക്കില്ല. ഒരു ഉദാഹരണം മഹാനായ ഇമാമത്തുൽ ബാഹിലി റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഒരാൾ യുദ്ധം ചെയ്യുന്നു, ഇസ്ലാമിന്റെ രാജപാതയിൽ, ധർമ്മസമര ഭൂമികയിൽ പോരാട്ടം നടത്തുന്നു, യുദ്ധം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? കൂലി കിട്ടണം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടണം. ആ പ്രതിഫലമാണെന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം
ജനങ്ങൾ നല്ലതെന്ന് പറയുകയും വേണം. അവന്റെ പോരാട്ടം കണ്ടോ, അവന്റെ ധീരത കണ്ടോ, അവന്റെ പ്രവൃത്തി കണ്ടോ എന്ന് ജനങ്ങൾ പറയുകയും വേണം. കൂലി വേണം, സ്വഭാവം വേണം, പരലോകത്ത് നന്മ വേണം. അതോടൊപ്പം ജനങ്ങൾ പറയുകയും വേണം. അവനെ കുറിച്ച്, അത്തരത്തിൽ ഒരു യോദ്ധാവിനെ കുറിച്ച് നബി അങ്ങയുടെ അഭിപ്രായം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പറഞ്ഞില്ല, തീർത്തു പറഞ്ഞില്ല. അവന് ഒന്നുമില്ല. ശത്രുവിന്റെ വെട്ടേറ്റ് അവൻ എത്ര വെട്ടേറ്റിട്ട് ഷഹീദായാലും അവന് രക്തസാക്ഷിയുടെ കൂലിയുമില്ല, ഒരു പ്രതിഫലവുമില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, നബി എന്തെങ്കിലും ഉണ്ടാവുക? നബി തങ്ങൾ പറഞ്ഞു അവനൊന്നും ഉണ്ടാവൂല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസ. അല്ലാഹുവിന് വേണ്ടി മാത്രം, അവിടെ വേറെ ഒന്നും ചേരാൻ പാടില്ല. അല്ലാഹുവിന് വേണ്ടി മാത്രം, പടച്ചവനെ മുൻനിർത്തി മാത്രം ചെയ്യുന്ന അമലുകൾ, അത് മാത്രമേ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. അതല്ലാത്തതൊന്നും അല്ലാഹുവിന് ആവശ്യമില്ല, അല്ലാഹു സ്വീകരിക്കുകയുമില്ല. നമ്മുടെ അമലുകളിൽ അതല്ലാത്ത എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. റമദാൻ വന്നിട്ട് പള്ളിയിൽ കയറിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, അതുകൊണ്ട് നോമ്പെടുക്കാം, അതുകൊണ്ട് പള്ളിയിൽ കയറാം, അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടോ എങ്കിൽ നാം അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കും. നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ ആരോ എന്തോ പറയട്ടെ, എനിക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നന്മ, അതായിരിക്കണം നമ്മുടെ അമലുകളുടെ അടിസ്ഥാനം. രണ്ടാമതായിട്ട് ഉലമാക്കൾ പറയുന്നു, അയ്യകൂനൽ അമലു ഫീ ളാഹിരിഹി മുവാഫിഖതൻ ലിസുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അമലുകൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, പുണ്യങ്ങൾ പ്രവാചകന്റെ ചര്യയോട് യോജിച്ചതായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് മഹത്തുക്കളുടെ പാതയും, അതുപോലെ തന്നെ അവരുടെ വീക്ഷണങ്ങളും അവരുടെ വിധികളും അനുശാസനകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അമലായിരിക്കണം നമുക്ക്. അതല്ലാതെ നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്തിട്ട് കാട്ടിക്കൂട്ടി ചെയ്തിട്ട് നന്മ വേണം, പരലോകത്ത് വിജയിക്കണം എന്ന ആഗ്രഹം ഒരിക്കലും നമുക്ക് നടക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനകളില്ലാതെ, നമ്മുടെ നിർദ്ദേശങ്ങളില്ലാതെ, നമ്മുടെ ചര്യകളില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളപ്പെടുന്ന വിഷയമാണ്. ഇപ്പം മാതൃകയുണ്ടാകണം. മൂന്നാമത്, പരസ്പരം പിണങ്ങിയും ശത്രുതയിൽ കഴിഞ്ഞും അലോഹ്യത്തിൽ കഴിഞ്ഞും കൂടുന്നവരുടെ, ശത്രുക്കളായി ജീവിക്കുന്ന സഹോദരങ്ങളുടെ, മുസ്ലിം സഹോദരങ്ങളുടെ, വിശ്വാസിയുടെ അമലുകൾ അല്ലാഹു പരിഗണിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. കഷ്ടപ്പെട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ജമാഅത്തുകളിൽ വരുന്നു, പകൽ സമയത്ത് നോമ്പെടുക്കുന്നു, ജുമാക്ക് ഓടിക്കൂടുന്നു, ഇങ്ങനെ ത്യാഗം ചെയ്ത് നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹു പരിഗണിക്കുകയില്ല. നാം സൃഷ്ടികളോടുള്ള ബന്ധം പരിഗണിക്കാത്തിടത്തോളം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തുഅറദുൽ അഅമാലു ഫീ കുല്ലി യൗമിൻ ഖമീസിൻ വ ഇത്നൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരുടെ അമലുകൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് പരിഗണിക്കുന്നത്. ഒന്ന്, എല്ലാ സുബഹിന്റെ സമയത്തും എല്ലാ അസറിന്റെ സമയത്തും മാലാഖമാർ നന്മകളുമായിട്ട് ആകാശത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയം. മറ്റൊന്ന്, ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. മറ്റൊന്ന്, വർഷത്തിൽ ഒരിക്കൽ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ ബറാഅത്തിന്റെ രാവ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് അല്ലാഹു പരിഗണിക്കുക. ഈ ഘട്ടങ്ങളിൽ അല്ലാഹു പരിഗണിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ഫീ ദാലിക്കൽ യൗമി ലികുല്ലി ഇംറിഇൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ. അല്ലാഹുവിനോട് ശിർക്ക് വെക്കാത്ത, ബഹുദൈവ ആരാധന നടത്താത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകും. ആ അനുഗ്രഹീതമായ രാവിൽ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഇല്ലംറുൻ, ഒരാളൊഴികെ, കാനത് ബൈനഹു വബൈന അഖീഹി ശഹ്ന, അവന്റെയും തന്റെ സഹോദരന്റെ ഇടയിൽ പിണക്കം, ശത്രുത നിലനിൽപ്പുണ്ട്. ഇവരുടെ വിഷയം അല്ലാഹു മാറ്റിവെക്കും. എന്നിട്ട് ഫയുഖാലു, മലക്കുകളോട് പറയപ്പെടും, ഈ 2 പേർ അഥവാ പിണക്കത്തിൽ കഴിയുന്നവർ, അലോഹ്യത്തിൽ കഴിയുന്നവർ, ശത്രുത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, മിണ്ടാൻ മടിക്കുന്നവർ, സലാം പറയാത്തവർ,
പറഞ്ഞാൽ നടക്കാത്തവർ, ക്ഷമിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, വാശിയും വൈരാഗവും മനസ്സിന്റെ ഉള്ളറകളിൽ വിട്ട് നടക്കുന്ന കുടുംബക്കാർ, സ്നേഹിതന്മാർ, ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, സഹോദരങ്ങളെ ഇവരുടെ വിഷയത്തിൽ പറയപ്പെടും, ഇവർ രണ്ടുപേരെയും മാറ്റിവെക്കുക, ഇവർ രണ്ടുപേരും സുൽഹാകുന്നത് വരെ, ഇവർ രണ്ടുപേരും യോജിപ്പിലാകുന്നത് വരെ, രഞ്ജിപ്പിലാകുന്നത് വരെ അവരുടെ റമദാൻ, അവരുടെ ഹജ്ജ്, അവരുടെ ദിക്ർ, അവരുടെ ഖത്മുകൾ, അവരുടെ സദഖാത്തുകൾ, നന്മകൾ ഒക്കെ മാറ്റി വെച്ചേക്കുക. അവരുടെ വിഷയം പരിഗണിക്കേണ്ട. അവർ രണ്ടുപേരും ലോഹ്യത്തിലാകുന്നത് വരെ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അമലുകൾ പരിഗണിക്കപ്പെടണം എന്ന് സഹോദരങ്ങളെ നമുക്ക് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹു അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഹില്ലു ലിംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമേയല്ല, ഒരു മുസ്ലിമിനും പാടുള്ളതല്ല, അയ്യഹുജുറ അഖാഹു ഫൗക സലാസി ലയാലിൻ, 3 രാത്രികൾ പരസ്പരം ഒരു സഹോദരനുമായി അലൗക്യത്തിലായി പിണങ്ങി കഴിയാൻ 3 തുടർച്ചയായ രാത്രികൾ. 3 പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കോണം, എന്നിട്ട് അവൻ ഉറങ്ങാൻ പാടുള്ളൂ. അതല്ലാതെ ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടു പോയാൽ കഴിഞ്ഞ 1 വർഷത്തെ നന്മകൾ അവന് ബാത്തില നഷ്ടപ്പെട്ടു പോയി, അവന്റെ നന്മകൾ ഉയർത്തപ്പെട്ടു പോകുന്നില്ല. അങ്ങനെയെങ്കിൽ 10 വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? 25 വർഷമായിട്ട് ആജന്മ ശത്രുക്കളെ പോലെ കഴിഞ്ഞുകൂടുന്ന അയൽവാസികൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും അള്ളാഹു പരിഗണിക്കുകയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി 4ാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസിൽ ലൈലത്തിൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ചയും ഒരു ദാസന്മാരുടെ അമലുകൾ അള്ളാഹു പരിഗണിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, ഫലാ യുഖ്ബലു ഖാത്തിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമലുകൾ അള്ളാഹു ഉയർത്തുകയില്ല. കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ നന്മകൾ അള്ളാഹു പരിഗണിക്കുകയില്ല. കുടുംബക്കാരുമായി ശത്രുതയിലും പിണക്കത്തിലും കഴിഞ്ഞുകൂടുന്നവരുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പരിഗണിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അള്ളാഹു അങ്ങനെ അമലുകളുടെ ആവശ്യമില്ല. സഹോദരങ്ങളെ, നിസാരമായ വിഷയങ്ങളുടെ പേരിൽ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തുന്നവർ, ഒരു സഫിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ പോലും മാനസികമായി 2 ധ്രുവങ്ങളിൽ അകൽച്ചയിലുള്ളവർ, മുഖത്തോട് മുഖം നോക്കുമ്പോൾ മുഖം തിരിച്ചു കളയുന്നവർ, സലാം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മനസ്സനുവദിക്കാത്തവർ, ഇനിയെങ്ങാനും എതിർഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അത് നടക്കാത്തവർ, തന്റെ ആവശ്യങ്ങൾക്ക് ക്ഷമിക്കുകയോ ക്ഷണം സ്വീകരിക്കുകയോ ചെയ്യാതെ ശത്രുക്കളായിട്ട് ജീവിക്കുന്നവർ, മിത്രങ്ങളായി കഴിഞ്ഞുകൂടേണ്ടവർ, ബന്ധം ചേർക്കേണ്ടവർ, ശത്രുക്കളെ പോലെ അലോഹ്യത്തിൽ കഴിഞ്ഞുകൂടുന്നവർ, ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു പദം കൊണ്ടോ അവസാനിപ്പിക്കേണ്ട ശത്രുത, മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ തീരാവുന്ന വർഷങ്ങളുടെ പിണക്കം. 10 വർഷം പിണങ്ങിയത് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, ഒരു നിമിഷം. ആ പുഞ്ചിരി ഒന്ന് പ്രകടമാക്കിയാൽ തീരാവുന്ന പ്രശ്നം, അതുപോലും വിട്ടുവീഴ്ചയില്ലാതെ പരിഹരിക്കാതെ കൊണ്ടു നടക്കുന്ന നാം ഏത് റമദാനെയാണ് കാത്തിരിക്കുന്നത്? എന്തിനാണ് ഹജ്ജിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നത്? ഇവിടെ പരിഹരിക്കേണ്ടത് ഹറമിൽ പോയിട്ട് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത്? എന്തിനാണ് റമദാനിൽ നോമ്പെടുക്കാൻ കാത്തിരിക്കുന്നത്? എന്തിനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിട്ട് റമദാനിൽ വെറുതെ പട്ടിണി കിടക്കുന്നത്? നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം യാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചു പോയി ഹജ്ജ് ചെയ്ത് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യമല്ലാതെയായി മാറുന്നത്? നാം കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തെത്തിയ ജുമാ എന്തിനാണ് റബ്ബിന്റെ അടുക്കൽ ഉയർത്തപ്പെടാതെ പോകാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാനസികാവസ്ഥയിൽ നാം കഴിഞ്ഞുകൂടുന്നത്? സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള യോഗ്യതകൾ കൂടി വേണം.
സൃഷ്ടികളെ പരിഗണിക്കാത്ത ഒരാളുടെയും അമലുകൾ സൃഷ്ടാവ് പരിഗണിക്കൂല. സൃഷ്ടികളെ പരിഗണിക്കാത്ത ഒരാളുടെ നന്മകളും അള്ളാഹു പരിഗണിക്കൂല. അതുകൊണ്ട് നാം വിട്ടുവീഴ്ച ചെയ്യുക. നമ്മുടെ ആശ്രമമാണ് നഷ്ടപ്പെട്ടു പോകുക. അവൻ എന്നോട് പിണങ്ങുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവൻ എന്നോട് മിണ്ടാത്തതിന്റെ പേരിൽ എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കണം. അവൻ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ഞാൻ ചെയ്ത അമലുകളും എന്റെ പരലോകവും എന്റെ റമദാനും എന്റെ ഹജ്ജും എന്റെ സ്വതക്കകളും ഞാൻ നശിപ്പിച്ചു കളയാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ മിണ്ടും, ഞാൻ പുഞ്ചിരിക്കും, ഞാൻ സലാം പറയും എന്ന ഒരു തീരുമാനമെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലാതെ വിശുദ്ധമായ ശഅബാനിന്റെ എല്ലാവരുടെ അമലുകളും ഉയർത്തപ്പെടുന്ന അനുഗ്രഹീതമായ ബറാഅത്തിന്റെ രാവ്, ഈ വരുന്ന തിങ്കളാഴ്ച അസ്തമിക്കുന്ന രാവ്, ദുആക്ക് ഇജാബത്തുള്ള രാവ്, ആയുസ്സും റിസ്ഖും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഓരോ വ്യക്തികൾക്കും തീരുമാനിക്കപ്പെടുന്ന രാവ്, ശ്രേഷ്ഠമായ രാവ്, തിങ്കളാഴ്ച അസ്തമിക്കുന്ന ആ അനുഗ്രഹീതമായ രാവ്. ബറാഅത്ത് പകൽ, ചൊവ്വാഴ്ച പകൽ. സാധാരണ എല്ലാ മാസങ്ങളിലും 3 ദിവസത്തെ നോമ്പ് സുന്നത്താണ്. നിബിധങ്ങൾ ശഅബാൻ മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുമായിരുന്നു. 3 ദിവസമല്ല, ശഅബാനിൽ കൂടുതലായിട്ട് നോമ്പെടുക്കുമായിരുന്നു. നമുക്ക് ഈ 3 ദിവസമെങ്കിലും നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, 13, 14, 15 ഈ പറയപ്പെടുന്ന ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കുക. അല്ലാഹ് ആയിട്ടുള്ളവർ ആ അല്ലാഹ് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അതിന് ഖബൂലിയത്തിന്റെ യോഗ്യതകൾ നേടി പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ, നമ്മുടെ അമലുകൾ പരിഗണിക്കപ്പെടുമ്പോൾ വണ്ണമുള്ള, ഭാരമുള്ള, സ്വീകാര്യയോഗ്യമാകുന്ന അമലുകളായ നിലയിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.